साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। हरि ओं तत्सत्। श्रीगुरुभ्यो नमः। कैलासाग्रलिभं च सङ्गतलया स्फूर्तजटामण्डलं नासालोकनतल्परं त्रिनयनं वीरासनाध्यासितं मुद्रारङ्गपुरङ्गजानुविलसद्बाहुं प्रसन्नाननं कक्षावद्भुजङ्गमं मुनिवृतं वन्दे महेशं परं। हरि ओं तत्सत्। श्रीगुरुभ्यो नमः। ओम नमः शिवाय। നമ്മുടെ ക്ഷേത്ര പരിസരത്തെയും വീടുകളെയൊക്കെ ധന്യമാക്കിയിട്ടുള്ള ആ ഒരു സമയം രാമായണ മാസം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു അസുര സംഭവത്തിലാണ് ശ്രീ മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. കാരണം ഭഗവാനാണ്, പരമേശ്വരനാണ് നാനാ ജീവജാലങ്ങൾക്ക് ഭഗവാന്റെ കഥ വിതരണം ചെയ്തു ഭാഗിച്ചു കൊടുത്തതെന്ന് പറയും. ആ ഒരു കഥയിലൂടെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാമായണത്തിലെ ബാലകാണ്ഡം മുതൽ യുദ്ധകാണ്ഡം വരെ നമ്മൾ കാണുന്ന ഏതാനും ചില കഥാപാത്രങ്ങളിലൂടെ ഒരു സഞ്ചാരം മാത്രമേ ഉള്ളൂ. കാരണം സമയം വലിയൊരു വിഷയമാണ്. എല്ലാ കഥാപാത്രങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെ അസാധ്യമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കഥാപാത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതിനു മുന്നേ ഭഗവാൻ രാമായണം വിതരണം ചെയ്ത എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്ത ആ ഒരു കഥയെന്ന് തുടങ്ങാം. അതിലുണ്ട് രാമായണത്തിന്റെ പ്രസക്തി. ഭഗവാൻ ശ്രീപരമേശ്വരൻ നാനാവിധത്തിലുള്ള ജീവജാലങ്ങൾക്ക് വൃക്ഷന്മാരുണ്ട്, ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, മനുഷ്യരുണ്ട്, പണ്ടകങ്ങളുണ്ട്, ഉരകങ്ങളുണ്ട്, നാനാവിധത്തിലുള്ള ജീവജാലങ്ങൾക്ക് ഭഗവാന്റെ കഥ സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കഥ എല്ലാവർക്കും വിരിച്ചു കൊടുക്കുകയാണ്. ഭഗവാന്റെ അവതാരം തൊട്ടിട്ട് ബാലക്രീഡകൾ തൊട്ടിട്ട് അയോധ്യ നിവാസം തൊട്ട് പട്ടാഭിഷേകം വരെ ഉള്ള കഥകൾ എല്ലാവർക്കും വിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് അവസാനം 2 അക്ഷരമായിട്ട് മാറി. 2 അക്ഷരം ബാക്കി. ഇത് ഞാനുണ്ട്. അങ്ങനെ ആ 2 അക്ഷരം ഭഗവാൻ എടുത്തിട്ട് നല്ല മനസ്സിൽ സൂക്ഷിച്ചു, എന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു. ഇത്രയേറെ ശ്ലോകങ്ങളുള്ള ഭഗവാന്റെ കഥ നാനാവിധത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ വിരിച്ചു കൊടുത്തു. അവസാനം 2 അക്ഷരമായിട്ട് ഭഗവാൻ ആദ്യം തന്നെ ഞാൻ എടുക്കും. അങ്ങനെ ഭഗവാൻ എടുത്തിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഏതാ 2 അക്ഷരം? രാമ. കഥ മുഴുവൻ നമുക്ക് കിട്ടി. അതിന്റെ സത്ത എന്നുള്ളത് 2 അക്ഷരമാണ്. 24,000 ശ്ലോകങ്ങളെ നമ്മൾ അരിച്ചരിച്ച് കൊണ്ടുവന്നാൽ 2 അക്ഷരത്തിൽ അവസാനിക്കും. എന്താ 2 അക്ഷരം? രാമ. അതെടുത്തിട്ട് ഭഗവാൻ ചെയ്തു, തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? പാർവതി സമേതനായിട്ട് ഈ നാമം ഭഗവാൻ സദാ ജപിക്കാൻ വേണ്ടിയിട്ടാണ്. സദാ ഭഗവാൻ രാമനാമം ജപിക്കാൻ പറയും. രാമ 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 ഇങ്ങനെ സദാ ജപിക്കും. എന്തിനു വേണ്ടിയാണ് ഭഗവാനെ സൂക്ഷിച്ചത്? കാശിയില് മുച്ചുക്കളായിട്ട് വരുന്നവരുടെ ചെറിയ പോയിട്ട് ഭഗവാൻ നല്ല പറയും രാമ. അവിടെ വരുന്ന ഭക്തന്മാർക്ക്, മോക്ഷാർത്ഥികളായിട്ട് വരുന്ന ഭക്തർക്ക് ഉപദേശിച്ചു കൊടുക്കാനാണ് താരക ബ്രഹ്മമന്ത്രങ്ങൾ പറയും. ഇപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കുന്നത്, രാമായണം നമ്മൾ മുഴുവൻ കഥാഭാഗങ്ങളൊക്കെ വായിച്ചു തീർത്താൽ അവസാനം 2 അക്ഷരം ശേഷിക്കുക. അതാണത് രാമനാമം. അത് മാത്രമാണ് ഈ 24,000 ശ്ലോകങ്ങൾ വരുന്ന രാമായണത്തിന്റെ അന്തസത്ത. ഈ 2 അക്ഷരം. ആ രാമനാമ ജപത്തിലൂടെ ആ ഭഗവാനെ കോദണ്ഡപാണിയായിട്ടുള്ള സീതാസമാരൂപിതനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനെ, ഹനുമൽ സ്വാമിയായിട്ടുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് വിഷയത്തിലേക്ക് കാണാം. രാമായണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് രാമൻ. രാമന്റെ അയനം എന്നുള്ളതാണ് വാക്കിന്റെ അർത്ഥം. ഭഗവാന്റെ യാത്ര, രാമന്റെ യാത്ര. ആരാ രാമൻ? ആ ഒരു ചോദ്യത്തിൽ തുടങ്ങാം. ആരാ രാമൻ? ഉത്തരം നമുക്ക് എവിടെയും കിട്ടുക? ഉപനിഷത്തിലാണ്.
ശ്രീരാമ പർവ്വതാവിൽ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് പറയും, രാമൻ എന്ന് പറയുന്നത് കേവല മനുഷ്യനല്ല, ഒരു മനുഷ്യനോ ഒരു കഥാപാത്രമല്ല എന്ത് രാമൻ. ഇനി ആരാ രാമൻ? യോഗികൾ ഏത് അലൗകികമായ ചൈതന്യത്തിലേക്കാണോ തങ്ങളുടെ ഹൃദയത്തെ, തങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നത്, ഏത് അലൗകികമായ ചൈതന്യത്തിലേക്കാണോ അവർ തങ്ങളുടെ ഹൃദയനെ ലയിപ്പിക്കുന്നത്, രമിപ്പിക്കുന്നത്, ആ ചൈതന്യത്തിന്റെ പേരാണെന്ന് രാമൻ. എന്താ പറയുന്നത്? ഏത് അലൗകികമായ ചൈതന്യത്തിലേക്കാണോ യോഗികൾ തങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കുന്നത്, ആ ചൈതന്യത്തിന്റെ പേരാണെന്ന് രാമൻ. ഗുണങ്ങളുടെ എല്ലാ നദികളും എവിടെയാണോ സമ്മേളിക്കുന്നത്, ആ ഭാഗത്തിന്റെ പേരാണിത് രാമൻ. അത് എന്തില്ല? രൂപമില്ല. ആ ചൈതന്യത്തെ നമ്മൾ ഭസ്മോത്പൂർണ വിഗ്രഹനായിട്ട് ധ്യാനിച്ചാൽ അത് സാക്ഷാത് പരമേശ്വരനായിട്ട് മാറും. അരുണവർണ്ണത്തിൽ ധ്യാനിക്കുമ്പോൾ അത് ദേവിയായിട്ട് മാറും. ഇനി ചതുർബാഹുവായിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നതെങ്കിൽ അത് സാക്ഷാത് മഹാവിഷ്ണുവായിട്ട് മാറും. കോദണ്ഡപാണിയായിട്ട് ധ്യാനിക്കുമ്പോൾ അത് രാമനായിട്ട് മാറും. സാക്ഷാത് പരബ്രഹ്മമൂർത്തിയാണെന്ന് പറയും. പരബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ഭഗവാൻ രാമൻ. ആ പേരിന്റെ അർത്ഥം തന്നെ രമിപ്പിക്കുന്നവനാണ്. രാമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയും രമിപ്പിക്കുന്നവൻ. നമ്മുടെ ധർമ്മത്തിലേക്ക്, സത്യത്തിലേക്ക്, നീതിയിലേക്ക്, ന്യായത്തിലേക്ക് രമിപ്പിക്കുന്നവനാരോ, രഞ്ജിപ്പിക്കുന്നവനാരോ അവനാണ് രാമൻ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ആരാണോ ധർമ്മത്തിലേക്ക് രമിപ്പിക്കുന്നത്, ആ ചൈതന്യത്തിന്റെ പേരാണത് രാമൻ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കും മര്യാദ പുരുഷോത്തമൻ. എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ളതാണ്. മനുഷ്യൻ എന്ത് ചെയ്യുക? എല്ലാ ഗുണവും ഒത്തുചേരുക. എല്ലാ ഗുണവും ഒരു മനുഷ്യന് ഒത്തുചേരുക എന്നുള്ളത് അസാധ്യമാണ്. അത് ഒരാളിൽ മാത്രം ഒത്തുചേരും. അത് ആരിലാണ്? സാക്ഷാത് ഭഗവാനുണ്ട്. എല്ലാ ഗുണങ്ങളും എവിടെയാണോ ചേർന്ന് ലയിക്കുന്നത് അവിടെയാണ് രാമൻ. അതുകൊണ്ടാണ് വാൽമീകി രാമായണം ഒരു ചോദ്യത്തിന് ഉത്തരമാണ് വാൽമീകി രാമായണം. വാൽമീകി മുനി നാരദ മുനിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാമ്പദം ലോകേ ഗുണവാൻ വീര്യവാൻ. എന്താ ചോദ്യം? സാമ്പദം ലോകേ ഗുണവാൻ വീര്യവാൻ. അല്ലയോ നാരദ മുനി, ഈ സർവ്വ പ്രപഞ്ചത്തിലും എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള, എല്ലാ വീര്യങ്ങളും ചേർന്നിട്ടുള്ള വ്യക്തി ആരാണ്? തൊട്ടടുത്ത നിമിഷം വരുന്ന ഉത്തരാണത് ഇക്ഷ്വാകുവംശ പ്രഭവോ രാമോ നാമജനേശ്വരഃ. ഉത്തരം ഇക്ഷ്വാകുവംശ പ്രഭവോ രാമോ നാമജനേശ്വരഃ. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന രാമനല്ലാതെ മറ്റാരും. അങ്ങനെ ആ രാമന്റെ കഥ, രാമന്റെ ഗാഥ സമാക്ഷരങ്ങളായിട്ട്, ശ്ലോകങ്ങളായിട്ട് രചിക്കപ്പെടുകയാണ്. അപ്പോൾ ആരാണ് രാമൻ എന്ന് നമ്മൾ ഇപ്പം മനസ്സിലാക്കി. 10,000-ത്തിലൊന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി. ഇനി ആരാണ് സീത, ആരാണ് ലക്ഷ്മണാദികളായിട്ടുള്ള സഹോദരന്മാര്? അതാണ് അടുത്തത്. ആരാണ് സീത? ആരാണ് സീത എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം യോഗമായ ദേവിയാണ്. മായയാണ് സീത. നമ്മൾ ഈ കാണുന്ന സർവ്വ ഐശ്വര്യങ്ങൾ, അതാണ് സീത. നമ്മൾ ഈ കാണുന്ന സുഖങ്ങൾ, ഐശ്വര്യങ്ങൾ, ധനം ഒക്കെയാണ് സീത. അപ്പോൾ അതിന്റെ അപ്പുറത്ത് ആരാണ്? ഒരു രാമനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ട് രാമായണം കിളിപ്പാട്ടില് ചില പ്രത്യേക ക്രമത്തിലാണ് ഇവരെ അരണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുന്നിൽ ആരാ നടക്കുന്നത്? ലക്ഷ്മണനാണ്. മുന്നിൽ ലക്ഷ്മണൻ നടക്കും, പിറകിൽ സീത, ഏറ്റവും ഒടുവിൽ ആരും വരിക? ഭഗവാൻ വരിക. ഈ ക്രമം ദേവിയുടെ യോഗമായ വൈഭവത്തെ കാണിച്ചു തരാനാണ്. കാരണം മുന്നിൽ നടക്കുന്ന ലക്ഷ്മണൻ നമ്മളാണ്. നമ്മൾ ഓരോരുത്തരായി ലക്ഷ്മണൻ ജീവാത്മാവാണ്. മുന്നിൽ കാണുന്ന അരണ്യമാണത് ജീവിതം. കാരണം അരണ്യത്തിൽ എന്താ സംഭവിക്കാമെന്ന് പറയാനില്ല. പെട്ടെന്നായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകും, പെട്ടെന്നായിരിക്കും ഒരു ദുഃഖം ഉണ്ടാകും, പെട്ടെന്നായിരിക്കും ഒരു ക്ലേശം ഉണ്ടാകും. അതുപോലെയാണ് ജീവിതം. ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊട്ട് പിറകിലാണ് വരുന്നത് സീതയാണ്, യോഗമായാദേവിയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കാണും? ഈ കാണുന്ന സുഖങ്ങൾ, ഐശ്വര്യങ്ങൾ, ലാഭം ഒക്കെ കാണും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കും? ഇത് തന്നെ ജീവിതം എന്ന് വിചാരിക്കും. പക്ഷേ അതിന്റെ പിറകിൽ ആര് വരുന്നുണ്ട്? ഭഗവാൻ വരുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിന് മുന്നോട്ട് പോകാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിറകിൽ ആരാ വരുന്നത്? സാക്ഷാത് ഭഗവാനാണ്. അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണത്. ഒന്ന്, ഒരു സുഖത്തിലും ഒരു ഐശ്വര്യത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല? അമിതമായിട്ട് ആഹ്ലാദിക്കില്ല. കാരണം ഈ സുഖം, ഈ ഐശ്വര്യം ഞാൻ നേടിയത് പിറകിൽ വരുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ടുകൂടിയാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. അമിതമായിട്ട് നമ്മൾ ആഹ്ലാദിക്കില്ല.
കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു സുഖവും നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് കിട്ടുന്നതല്ല. ആരും കൂടി വിചാരിക്കണം, ആ ചൈതന്യം വിചാരിക്കണം. കാരണം നമ്മൾ ആരും വരുമ്പോഴും കൊണ്ടുവരുന്നതല്ല ഇത്. നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖവും. ലോകത്ത് ഒരു കുഞ്ഞും എന്ത് ചെയ്യുന്നില്ല, കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും അത്ര തന്നെയുള്ള നോട്ട് കെട്ടുകളായിട്ട് ജനിക്കുന്നില്ല. പിന്നെ എങ്ങനെ വരുന്നത്? ചെറിയ ദേഹം ഉണ്ടാവില്ല, അതിനാണ് വസ്ത്രം പോലും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നാളെ വസ്ത്രമൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ ഒപ്പിച്ചു കൊടുക്കും. ആ ശരീരം വളർന്ന ഒരു ഘട്ടെത്തുമ്പോഴും എല്ലാം തളർന്ന് ഒരു ദിവസം എന്ത് ചെയ്യും? ഒരു ദിവസം എന്താ ചെയ്യുക? നല്ല ഈ ഭൂമിയോട് ഇവിടെ പറയും, തീർച്ചയായിട്ടും പറയും. കാരണം ലോകത്ത് ആരും കരാർ വരുന്നില്ല, നമ്മള് കൽപ്പാണ്ടത്തോളം ഇവിടെ വസിച്ചോളാം, തീർച്ചയായിട്ടും പോകും. ഈ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നേടി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. സ്വത്തുക്കൾ അവിടെ ഉണ്ടാവും, രേഖയിലുണ്ടാവും. പണം ബാങ്ക് അക്കൗണ്ടിലുണ്ടാവും. ആഭരണങ്ങൾ ഒന്നുകിൽ ലോക്കറിലുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും. ഒക്കെ പോട്ടെ, എല്ലാ അവസ്ഥയിലും കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ അവരെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. അവിടെ വരെ കൊണ്ടുപോകാൻ പറ്റും, ശ്മശാനം വരെ. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വകുപ്പില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമ്മൾ കൊണ്ടുവന്ന സാധനം ജോലി നിർമ്മിക്കാൻ പോവുക. എന്താ സാധനം? ദേഹം. അതും ഓടിക്കിട്ടാൻ പോവുക. അപ്പോൾ ഈ ക്രമത്തിൽ മുന്നോട്ട് പോകുന്നതിന് മനസ്സിലാവും, പിറകിൽ വരുന്ന ആ രാമൻ കാരണമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യില്ല, അമിതമായിട്ട് നമ്മൾ ആഹ്ലാദിക്കില്ല. ഒരു പ്രശ്നങ്ങളാണ്. സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്നു. ആ രാവണനെ തേടിയുള്ള നടപ്പായി പിന്നെ കിഷ്കിന്ധയിൽ ചെന്ന് ഭാര്യയെ വധിക്കുന്നു, സേതുബന്ധനം നടത്തുന്നു. ഇനി ലങ്കയിലെത്തിയിട്ട് രാവണന് ലക്ഷോപലക്ഷം വരുന്ന പട സൈന്യത്തെ നേരിടുന്നു. ദേവി നല്ലത് മാത്രം കാണുന്നത് എന്തുണ്ടാവില്ല, അകത്തും പുറത്തും ആയിണ്ടാവില്ല, ശത്രുക്കളുണ്ടാവില്ല. എല്ലാ വിഷയത്തിലും നല്ലത് കാണുന്നതിന് അകത്തും പുറത്തും ആയിണ്ടാവില്ല, ശത്രുക്കളുണ്ടാവില്ല. അതാണ് ശത്രുഘ്നന്റെ പാഠം. അതുകൊണ്ടാണ് 14 കൊല്ലം കാട്ടിൽ പോകണമെന്ന് പറഞ്ഞ കൈകേയിയോട് ഭഗവാൻ എന്താ പറയുന്നത്? എന്ത് നല്ല കാര്യം, എന്ത് സുഖ കാട്ടിൽ പോകാൻ, നല്ല സുഖമാണ്. കാട്ടിൽ പോകുന്ന അവസ്ഥയിൽ പോകാൻ പറയാം. നാട്ടിലാണെങ്കിൽ ഉത്തരവാദിത്വ ഭാരമാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ അറിയണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം, അവരുടെ പ്രയാസങ്ങൾ അറിയണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. വലിയ ഭാരം അറിയില്ല. പക്ഷെ നാട്ടിൽ പോകുന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രകൃതി ഭംഗി ആസ്വദിക്കാം, കിട്ടുന്ന എന്തെങ്കിലും കഴിച്ചാൽ മതി, ഒരുപാട് കഥകൾ പറഞ്ഞു തരും, അത് കേൾക്കാം. അങ്ങനെ ഒരു ഉത്തരവാദിത്വ ഭാരവും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാം? കാട്ടിൽ പോവാം. കേൾക്കുമ്പോഴെന്താ വിചാരിക്കുക? കാട്ടിൽ പോകാന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ്. അങ്ങനെയാണോ? അല്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? അതിലും നല്ലത് കാണും. ഇന്നാണ് എന്താ അവസ്ഥ ഉണ്ടാകും? നമ്മൾ ആരെങ്കിലുമാണ് ഭഗവാന്റെ സ്ഥാനത്തെങ്കിൽ കൈകി നമ്മളോട് പറയുകയാണ്, 14 കൊല്ലം ഈ കാട്ടിൽ പോകണം, സിംഹാസനം ആർക്ക് കൊടുക്കണം? ഭരതന് കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഒരു അമ്മ മകനോട് പറയുകയാണെങ്കിൽ എന്താ അവസ്ഥ ഉണ്ടാകുക? ആ അമ്മയുടെ മുഖത്ത് 5 വിരലിന്റെ പാടും. അതിനെയാണ് എല്ലാറ്റിനും സജീവാക്കുക, എല്ലാ കാര്യത്തെയും സജീവമാക്കുക, ജീവനുള്ളതാക്കുക. അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരിയില് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രഥമ ശ്ലോകം, ആദ്യത്തെ ശ്ലോകം എന്താ പറയുന്നത്? സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പോലും അതിന്റെ ശക്തിയെ കൂടാതെ ഒന്ന് ചലിക്കാൻ അപര്യാപ്തനാണെന്നാ പറയുന്നത്. ആചാര്യസ്വാമികൾ എന്തിനാണ് പറഞ്ഞത്? ഭഗവാൻ ഒറ്റ നിമിഷം കൊണ്ട്, സാക്ഷാൽ ഭഗവാൻ എന്ത് ചെയ്യാൻ, ഒറ്റ നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് സംഭരിച്ച് തന്നിൽ ലയിപ്പിക്കും. അങ്ങനെ ചെയ്ത് തുടങ്ങുന്ന സമയം മതി. ആ ഭഗവാൻ അതിന്റെ ശക്തി ഇല്ലെങ്കിൽ ഒന്ന് ചലിക്കാൻ പോലും അശക്തരാണ്. എന്താ താല്പര്യം? ആ മാതൃഭാവം എല്ലാറ്റിനെയും സജീവാക്കുകയാണ്. ഭഗവാനെ പോലും സജീവമാക്കുന്നതാരാണ്? അമ്മയാണ്. ആ അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവില്ല? കൊല്ലാനാവില്ല. അപ്പോഴാണ് മനസ്സിൽ ചോദിക്കില്ല, കൊല്ലാനാവില്ല, മാതൃഭാവാണെന്നൊക്കെ പറയും. പക്ഷെ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത്? ദേവന്മാർക്ക് പോലും എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത്? ഭണ്ഡാസുരനെ കൊല്ലം അവിടെ പോയില്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അമ്മ പ്രത്യക്ഷപ്പെട്ടത്? ഭണ്ഡാസുരനെ കൊല്ലാൻ അവിടെ പോയി കഴിഞ്ഞു. ആരാ ഭണ്ഡാസുരൻ? ഭണ്ഡാസുരൻ ആരാണ്? നമ്മള്
ഭണ്ഡാസുരൻ എന്നുള്ള പദത്തെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ പുറത്ത് ഒരു അസുരനായിട്ട് എടുക്കരുത്. അവിടെയാണ് അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ വധം എന്നുള്ള ഭാവം വരിക. അത് നമ്മള് മാതൃഭാവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഭണ്ഡാസുരൻ പുറത്തല്ല, ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ആള് നമ്മുടെ ഉള്ളിലാണ്. ഭണ്ഡാസുരൻ നമ്മുടെ ഉള്ളിലുള്ള അഹംഭാവത്തിന് രൂപം നൽകിയതാണ് ഭണ്ഡാസുരൻ. എപ്പോഴാണ് ഭണ്ഡാസുരൻ ജനിക്കുന്നത്? സാക്ഷാൽ ശ്രീ പരമേശ്വരൻ കാമദേവനെ ഭസ്മമാക്കി ആ ഭസ്മത്തിൽ നിന്ന് ചിത്രകർമ്മൻ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുക്കുമ്പോഴാണ് ഭണ്ഡാസുരൻ വരുന്നത്. ഇവിടെ കാമദേവൻ തന്റെ 5 സായകങ്ങൾ കൊണ്ട് നമുക്ക് കാര്യം വീഴ്ത്താം. ഈ 5 പുഷ്പബാണങ്ങൾ കൊണ്ട് എന്തിനേയും ആരെയും വീഴ്ത്താമെന്നുള്ള ഒരു അഹങ്കാരമായിട്ട് വരികയാണ്. ഈ അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായി ഭഗവാനെ വീഴ്ത്തി കളയും. സാക്ഷാൽ മഹാദേവനെ എന്ത് ചെയ്യാം? വീഴ്ത്തി കളയാം. ആ അത്യാഗ്രഹത്തെ എന്ത് ചെയ്തു? ഭഗവാൻ ഭസ്മാക്കി. ആ ഭസ്മത്തിന് ഒരു തരി ഉണ്ടായാൽ മതി, ആര് ജനിക്കും? അഹംഭാവം ജനിക്കും. അത്യാഗ്രഹത്തിന് ഒരു തരി നാല ജനിക്കാൻ അഹംഭാവം ജനിക്കും. ആ അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ ഒരു പേരുണ്ട്. എന്താ പേര്? ചിദഗ്നികുണ്ഡ സംഭൂത. എന്താ പേര്? ചിദഗ്നികുണ്ഡ സംഭൂത. ദേവി ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു അഗ്നികുണ്ഡത്തിലാണ്, ചിദഗ്നികുണ്ഡത്തിൽ. ഈ അഗ്നികുണ്ഡത്തിന്റെ പ്രത്യേകത എന്താണ്? ദേവന്മാര് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവസാനം തങ്ങളുടെ ദേഹം ആഹൂതിയായിട്ട് അർപ്പിക്കുകയാണ് ഈ അഗ്നികുണ്ഡത്തിൽ. എന്താ താല്പര്യം? ദേവി ശുദ്ധവിദ്യയാണ്, ശുദ്ധജ്ഞാനാണ്. ഈ ശുദ്ധജ്ഞാനത്തെ അറിയണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ ഉള്ളിലുള്ള അവസാനത്തിന്റെ അവിദ്യ പോലും പോകും. ഒരിറ്റ് അവിദ്യ പോലും, അജ്ഞാനം പോലും എന്തുണ്ടാവരുത്? മനസ്സിലുണ്ടാവരുത്. ഏറ്റവും വലിയ അവിദ്യ എന്താണെന്ന് പറയും? ഏറ്റവും വലിയ അവിദ്യ എന്താ? ഞാൻ ഈ കാണുന്നതാണ് എന്നുള്ള ചിന്ത. ഞാൻ ഈ കാണുന്ന നാശത്തിന് വിധേയാകുന്ന, മാറ്റങ്ങൾ വരുന്ന, ജരാതരങ്ങൾ ബാധിക്കുന്ന ഇതാണ് ദേഹമാണ് എന്നുള്ള ചിന്ത. അപ്പോൾ ഈ ദേഹചിന്തയെ ചിദഗ്നികുണ്ഡത്തിൽ അർപ്പിച്ചപ്പോൾ, ഭസ്മമാക്കിയപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ദേവിയുടെ കയ്യിൽ ഒരു അംകുശം കൊടുത്തത്. അതെന്തിനാണ്? ബുദ്ധിയെ നിയന്ത്രിക്കാനാണ്. ക്രോധാകാരഞ്ജല, ക്രോധം ആകാരമായിട്ടുള്ള അംകുശത്തോട് കൂടിയത്. സഹസ്രനാമത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല, രാമായണം ചർച്ച ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഈ ഭാവത്തിലാണ്, ഈ ശത്രുഘ്ന ഭാവത്തിലാണ് ദേവി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അതിലെന്തില്ല? വധമില്ല. സുദർശനം എന്ന് പറയുമ്പോൾ പൊന്നില്ലാതൊരു അർത്ഥമില്ല. അത് പറയാനാണ് സഹസ്രനാമത്തിലേക്ക് പോയത്. അപ്പോൾ ഈ 4 സഹോദരന്മാരും ദേവിയും അവരെ നമ്മൾ ചർച്ച ചെയ്തു.